ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലക്ഷദ്വീപിലെ കാഴ്ചകൾ ഒരിക്കലും അവസാനിക്കരുതേ എന്ന് ആഗ്രഹിച്ചൊരു വ്യക്തിയാണ് ഞാൻ. അവിടെ തന്നെ താമസിച്ചാലോ എന്ന് പോലും തോന്നിപ്പോയിട്ടുണ്ട്. ഒരിക്കൽ കൂടി പോകാൻ അവസരം കിട്ടിയാൽ ഞാൻ ഷുവറായിട്ടും പോവും. അത് 100% ആണ്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇന്നത്തെ വീഡിയോ ലക്ഷദ്വീപിലെ അഗത്തി ഐലൻഡിലെ, അതായത് ഞങ്ങൾ താമസിച്ച ഐലൻഡിലെ ഒരു മ്യൂസിയമാണ്. മ്യൂസിയം കാണുമ്പോൾ നിങ്ങൾ കരുതും എന്തൊക്കെയാണ് എന്നൊക്കെ. കൂടുതലായിട്ട് വിശദീകരിക്കാൻ മാത്രം ഒന്നുമില്ലെങ്കിലും അവിടെ എന്തൊക്കെയോ ഉണ്ട്. അവിടുത്തെ ചരിത്ര പ്രധാനമായതും അങ്ങനെ പലതും. ഗോൾഡൻ ജൂബിലി മ്യൂസിയം എന്നാണ് ഈ മ്യൂസിയത്തിൻ്റെ പേര് തന്നെ. മ്യൂസിയത്തിൽ നമ്മൾ എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുക, അതെല്ലാമൊന്നും ഇവിടെ ഇല്ലെങ്കിലും നമുക്ക് മനസ്സിലാക്കേണ്ടതും അറിയേണ്ടതുമായ ചില കാര്യങ്ങൾ ഇവിടെ നിന്നും കാണാനും രേഖപ്പെടുത്താനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. അവരുടേതായ രീതിയിൽ, അതായത് ഓരോ സ്ഥലത്തും അവരുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച അല്ലെങ്കിൽ ആ നാടിൻ്റെ പ്രാധാന്യത്തെ കാണിക്കുന്ന കാര്യങ്ങൾ മ്യൂസിയത്തിൽ നമുക്ക് എന്തായാലും കണ്ടെത്താൻ സാധിക്കും. അത് ഞങ്ങൾക്ക് ലക്ഷദ്വീപിലും കണ്ടെത്താൻ സാധിച്ചു. ലക്ഷദ്വീപിൻ്റെ ചരിത്രം അല്ലെങ്കിൽ ലക്ഷദ്വീപിലെ സംസ്കാരം, അവരുടെ രീതി, ജീവിത ശൈലി, അതൊക്കെ പഴയ കാലത്തെയാണ്. ഇപ്പോഴത്തത് നമ്മളവിടെ താമസിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. പഴയ കാലത്തെ അവരുടെ രീതികളും അവരെ ഉപയോഗിച്ച ഓരോ സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് അവിടെ നിന്ന് കണ്ടെത്താൻ, അല്ലെങ്കിൽ കണ്ടെത്താൻ എന്ന് പറയുന്നതിനേക്കാളും നല്ലത് അവിടെ നിന്ന് കാണാൻ സാധിച്ചു എന്നതായിരിക്കും. ഓരോ കാര്യങ്ങളും അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, എന്താണെന്നും അതിൻ്റെ യൂസസ് എന്തൊക്കെയാണെന്നും എല്ലാ കാര്യങ്ങളും. ഒട്ടുമിക്ക കാര്യങ്ങളും എനിക്ക് തോന്നുന്നു മുന്നേ നമ്മൾ പല മ്യൂസിയങ്ങളിലായിട്ട് കണ്ടിട്ടുള്ളതാണെങ്കിലും ഓരോരോ സ്ഥലത്തും അവരുടേതായ ഒരു സംസ്കാരം ഉണ്ടാവുമല്ലോ. ലക്ഷദ്വീപുകാർക്ക് പൊതുവേ അവർക്ക് പ്രത്യേകമായൊരു തൊഴിലൊന്നുമില്ല. അവർ കൂടുതലും അവരുടെ ഉപജീവന മാർഗമായിട്ട് കാണുന്നത് ഒന്ന് മത്സ്യബന്ധനം, പിന്നെ നാളികേരത്തിലൂടെ കിട്ടുന്ന ആ ഒരു വരുമാനം എന്നല്ല, അവരുടെ തൊഴിൽ തന്നെ അതാണ്. അങ്ങനെ പിന്നെ പുറത്തൊക്കെ പോയി പഠിക്കുന്നത് ഇന്നാണ്. പണ്ട് കാലത്ത് അവിടെ തന്നെ ജീവിച്ചിരുന്നവരുടെ മെയിൻ ഉപജീവന മാർഗം എന്ന് പറയുന്നത് മത്സ്യബന്ധനം തന്നെയാണ്. കേരങ്ങളുടെ നാട് എന്ന് പറയുന്ന കേരളത്തെക്കാളും കൂടുതൽ തെങ്ങുകളുള്ളത് ലക്ഷദ്വീപിലാണെന്ന് ഞാൻ മനസ്സിലാക്കിയൊരു സത്യമാണേ. യാഥാർത്ഥ്യം അതാവണമെന്നില്ല. ഓരോന്നിനും ഇത് ശിലകളാണെന്നൊക്കെ നമ്മൾ കരുതുമെന്ന ശിലയൊന്നല്ല. നമ്മൾ മമ്മീസ് എന്നൊക്കെ പറയില്ലേ, മമ്മീസ് എന്ന് പറഞ്ഞാൽ ഡെഡ് ബോഡീസ് എന്നാണ് അർത്ഥം. ഇത് അവർ ഉണ്ടാക്കിയെടുത്ത, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു കണ്ടെടുത്ത മനുഷ്യൻ്റെ ശിലയാണെന്ന് തോന്നുന്നു. ചിലതൊന്നും അവിടെ വിശദീകരണം ഇല്ല. അതുകൊണ്ട് ഞാൻ എൻ്റെതായ രീതിയിലൊരു വിശദീകരണം കൊടുക്കുന്നു എന്ന് മാത്രം. നമ്മൾ സാധാരണ മ്യൂസിയത്തിൽ കാണുന്ന ഒരു ആൾക്കൂട്ടോ തിക്കും തിരക്കൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നതാണ് വലിയൊരു കാര്യം. അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ കാര്യങ്ങളും വളരെ സാവകാശം കണ്ടാസ്വദിച്ച് അല്ലെങ്കിൽ മനസ്സിലാക്കി വരാൻ സാധിച്ചു. ഞങ്ങൾ താമസിച്ചിരുന്ന വീടിൻ്റെ അടുത്ത് നിന്നും അല്ലെങ്കിൽ വീട്ടിൽ നിന്നും പോയാലൊരു 500 മീറ്റർ മാത്രമേ നടക്കാനുള്ള ദൂരമുള്ളൂ ഈ ഒരു മ്യൂസിയത്തിലേക്ക്. അതുകൊണ്ട് ഞങ്ങൾ വണ്ടിയോ ഒന്നും എടുക്കാതെ മാക്സിമം നമ്മൾ താമസിക്കുന്ന ചുറ്റുപാട് എൻജോയ് ചെയ്ത് അവിടെ പാട്ടും പാടി നടന്നാണ് ഈ മ്യൂസിയത്തിലേക്ക് വന്നത്. ഒരു ദ്വീപിൽ നിന്ന് മറ്റൊരു ദ്വീപിലേക്ക് പോകാൻ മാത്രമേ കപ്പലിൻ്റെയോ വെസൽസിൻ്റെയോ ഒക്കെ ആവശ്യമുള്ളൂ. എന്നാൽ ഒരു ദ്വീപിലെ കാഴ്ചകൾ കാണാൻ നമുക്ക് വണ്ടിയുടെ പോലും ആവശ്യമില്ല എന്നതാണ് സത്യം. യാതൊരുവിധ തടസ്സങ്ങളും ഇല്ലാതെ നമുക്കവിടെ സ്വൈര്യവിഹാരം നടത്താം എന്നത് മറ്റൊരു പരമമായ സത്യമാണ്. അഗത്തി ഐലൻഡിൽ ഏകദേശം 6.5 കിലോമീറ്റർ ചുറ്റളവിലാണ് എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ടൂറിസ്റ്റ് സ്പോട്ട് ആയതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക ഫെസിലിറ്റീസും അവിടെ അവൈലബിൾ ആണ് എന്ന് തന്നെ പറയാം. എന്ന് വെച്ച് നമ്മുടെ മെട്രോപൊളിറ്റൻ സിറ്റിക്ക് സമാനമായതൊന്നും ഇല്ലെങ്കിലും അവരുടേതായ ഒതുക്കത്തിൽ എല്ലാ കാര്യങ്ങളും അവിടെ അവരെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പോകുന്ന ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാത്ത രീതിയിൽ എല്ലാവരെയും ട്രീറ്റ് ചെയ്യാൻ ഐലൻഡുകാർക്ക് നന്നായി അറിയാമെന്നതാണ് മറ്റൊരു പ്രധാന കാരണം അല്ലെങ്കിൽ കാര്യം. അതുകൊണ്ട് തന്നെയാണ് ലക്ഷദ്വീപിൽ ഒരിക്കൽ പോയ ഒരാൾക്ക് മനസ്സ് മടുക്കാതെ വീണ്ടും പോകാൻ തോന്നുന്നത്. ആ ഒരു എക്സ്പീരിയൻസ് അനുഭവിച്ചവർക്ക് മാത്രമേ ലഭിക്കുള്ളൂ. ഞാനത് ഒരുപാട് ആസ്വദിച്ച് അനുഭവിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഇനിയും ഒരവസരം കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ ഫാമിലി ആയിട്ട് തന്നെ ലക്ഷദ്വീപിൽ പോകണം എന്നാഗ്രഹിക്കുന്ന ഒരു ആൾക്കാരാണ്. ചരിത്രത്തിലെ ഓരോ ഏടുകളും ഭാവിയിലേക്കുള്ള അറിവുകളാണെന്ന് നമ്മൾ പറയും. ഇവിടെയും അത് തന്നെയാണ്. ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ള ഇവിടുത്തെ കാഴ്ചകൾ ഭാവി തലമുറയ്ക്ക്
ഇങ്ങനെയൊരു സംസ്കാരം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചില രീതികളും നമ്മൾ ജീവിച്ചിരുന്ന നാട്ടിൽ ഉണ്ടായിരുന്നു എന്നതിനൊരു സൂചനയാണ്. ലക്ഷദ്വീപിൽ മാത്രമല്ല, പലയിടത്തും അതുതന്നെയാണ് സൂചിപ്പിക്കുന്നത്. താങ്ക് യു.